ഹലോ മക്കളെ, വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പ്രവർത്തന തത്വം ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇന്നേ വരെ SLCന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ മക്കൾ പഠിച്ചു വെച്ചോ, വളരെ കുറഞ്ഞ വർക്കിംഗ് പ്രിൻസിപ്പിൾ പ്രവർത്തന തത്വം നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന ആളെ നിങ്ങൾക്കറിയാം. ഇതെന്താണ്? ലൗഡ് സ്പീക്കർ ആണ്. മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ അല്ലെങ്കിൽ ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ. ഇതിന്റെ പ്രവർത്തന തത്വം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ലാണ് പറയണം, എന്താണ്? മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. മോട്ടോർ പ്രിൻസിപ്പിളിന്റെ മലയാളം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? മോട്ടോർ തത്വമാണ് അല്ലെ? മോട്ടോർ തത്വമാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. രണ്ടാമത്തെ ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളാണ് അല്ലെ? ഇയാളാരാ? മോട്ടോറാണ്. മോട്ടോറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും സംശയിക്കേണ്ട, അതും മോട്ടോർ പ്രിൻസിപ്പിൾ ആണ് അല്ലെങ്കിൽ മോട്ടോർ തത്വം തന്നെയാണ് അല്ലെ? അടുത്തത് അവിടെ രണ്ട് ജനറേറ്റർ ഉണ്ട്. ഒന്ന് AC ജനറേറ്റർ, രണ്ട് DC ജനറേറ്റർ. AC ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പ്രവർത്തന തത്വം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്, വൈദ്യുത കാന്തിക പ്രേരണമാണ്. അപ്പൊ ഒരു ചോദ്യം ഉണ്ട്, DC ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? പ്രവർത്തന തത്വം എന്താണ്? നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ടൈപ്പ് ചെയ്യണം. ആൻഡ് ലാസ്റ്റ് വൺ, ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പ്രവർത്തന തത്വം എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്ഷൻ. സെറ്റ് അല്ലേ?